എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആൽബിനോ കോയി ഗപ്പിയെ വാങ്ങിച്ചു. അടിപൊളി ബ്രീഡിംഗ് പെയറാണ്. എപ്പോൾ വേണേലും പ്രസവിക്കാം, അതുപോലാണ് വയറ് നിൽക്കുന്നത്. അയ്യോ, മെയിലാണല്ലോ, അടിപൊളി ക്വാളിറ്റി സാധനമാണ്. ഞാൻ കുളത്തിലെ വെള്ളമൊക്കെ മാറി പതിവില്ലാതെ. ഇതിന് വാട്ടർ മസ്റ്റാണ്, വാട്ടർ ചേഞ്ചിങ് അല്ല പണി കിട്ടും. അതുകൊണ്ട് മാത്രമേ ഞാൻ മാറി, അല്ലായിരുന്നു ഇപ്പം എന്നെ വെള്ളത്തിൽ ഞാൻ കൊണ്ടിറക്കിയാൽ. ഇതൊക്കെ വെള്ളം മൊത്തം ക്ലിയറാക്കി. അടിയിലെന്തോ കുഞ്ഞുങ്ങളുണ്ടെങ്കിലും കാണാൻ പറ്റും, ആ രീതിയിൽ അതുപോലെ ക്ലിയറാക്കി. ഇതിനകത്ത് വെച്ചേക്കുന്ന പ്ലാന്റ് ഫോർട്ട് സ്റ്റൈലും ഉണ്ട്, അംബർല പ്ലാന്റും ഉണ്ട്, പിന്നെ വേറെ പ്ലാന്റ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തോ അടിപൊളി ആക്കിയിട്ടുണ്ട്. അതിന് കുറച്ചുകൂടെ പ്ലാന്റ് നിറയ്ക്കണം ഇതിനകത്ത്. ഇത് കുഞ്ഞുങ്ങളെ തിന്നുന്ന മീനാണിത്. ഈ ഗപ്പി ഓടിച്ചിട്ട് തിന്നും ആ ഫീമെയിലൊക്കെ. മെയിൽ പിന്നെയും തിന്നത്തില്ല, ഫീമെയിൽ തിന്നുന്നതാണ്. അപ്പോൾ ആൽബിനും അങ്ങനെ ഉണ്ട് ആ പ്രശ്നം. പിന്നെ ഇതിൻ്റെ എണ്ണം കുഞ്ഞുങ്ങളുടെ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ സൂക്ഷിച്ച് എടുക്കണം. അതൊക്കെ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. എന്തുവാണെങ്കിലും ഒത്തിരി ആക്കി എടുത്തു കഴിഞ്ഞാൽ രസമാണ് കാണാൻ. കുളത്തിൽ കിടക്കുന്ന അയ്യോ, അക്വേറിയത്തിലിട്ടാലും പൊളി, അല്ലാതാണേലും പൊളി. ഇപ്പം നല്ല രസമുണ്ട്. വെള്ളം വാട്ടർ ചേഞ്ച് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അഴുക്ക് വെള്ളം ഈ രീതിയിൽ കിടക്കണം വെള്ളം. ഇതാണ് ഏറ്റവും നല്ലത് ഇനി ഹെൽത്തി ആയിട്ട് കിടക്കാൻ. പിന്നെ ഇതിന് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, മഴ പെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് വെള്ളം വീണ് കഴിയുമ്പോൾ ചിലതിന് പ്രശ്നം വരും. അങ്ങനെ സ്ട്രെസ് അടിച്ച് പെട്ടെന്ന് വെള്ളം തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ ചാവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ട മീനാണ്. ഇനിയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇനിയും കാണിക്കാം. ഇനിയും ടൈഗർ ഇയർ അങ്ങനെ ബ്രീഡായി. അടിപൊളി. പക്ഷെ കുറച്ച് കുഞ്ഞുങ്ങളേ ഉള്ളൂ. അയ്യോ, എന്താണ് ബ്രീഡായി കിട്ടി. നല്ല ഇയറൊക്കെ ഉണ്ടാവും. അതിൻ്റെ അടിപൊളിയായിട്ട് ഇയർ ഉണ്ട് നല്ല രീതിയിൽ. ചിലർക്കൊക്കെ ഇത് ഡൗട്ട് കാണും, ചില്ലി മൊസൈക്ക് ആണോ. ചില്ലി മൊസൈക്ക് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പക്ക റെഡിഷാണ്. ഇത് അത്രയും റെഡല്ല, ഇത് പ്യുവർ റെഡ് വരും ചില്ലി മൊസൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ. ഇതിപ്പോൾ ടൈഗർ ഇയർ, അതായത് ഡാർക്ക് ഒരു റെഡാണ്, അതായത് എറിച്ച റെഡല്ല. ഇപ്പോൾ ബ്രീഡായിട്ടുണ്ട് സാധനം. മറ്റേ സാധാ ടൈഗറുമായിട്ട് ക്രോസ് ചെയ്ത പിച്ചാണ് ഇതിനെ കുഞ്ഞുങ്ങൾ ആക്കിയെടുത്ത്. ഇതിൻ്റെ എന്തുകൊണ്ട് ഇതിൻ്റെ പാറ്റേൺ തന്നെ ഇറങ്ങും മിക്കവാറും. എന്തോ പൊളിയാണ്. കുറച്ച് കുഞ്ഞുങ്ങളേ ഉള്ളൂ, പക്ഷേ അയ്യോ തീരെ കുറവ്. ഇനി തിന്നോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തുവാണ്, ഞാൻ നോക്കാനൊന്നും പോയില്ല. നൈസായിട്ട് ഇനി കുഞ്ഞുങ്ങളെ മാറ്റണം ഇനി. അയ്യോ, എന്തുവാണല്ലേ. മെയിൽ അടിപൊളി മെയിലാണ്, ഒരെണ്ണം അടിപൊളി മെയിലാണ്. മറ്റേതും വലിയ കുഴപ്പമില്ല, പക്ഷേ ഇയർ നല്ല രീതിയിൽ എടുപ്പുള്ളത് വേണ്ട. ഇയർ നല്ലപോലെ ഉള്ളത്, അതിന് നല്ല എടുപ്പാണ് കാണാൻ. സൈഡ് വ്യൂ ഇനി അക്യൂറത്തിൽ കൊണ്ടിട്ട് ഫോട്ടോയോ വീഡിയോയോ പിടിക്കണം, എന്നാലേ അതിൻ്റെ കംപ്ലീറ്റ് ആ വ്യൂ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, കാണാൻ പറ്റത്തുള്ളൂ. കുഞ്ഞുങ്ങൾ ഇവിടെ പ്ലാന്റിൻ്റെ മുകളിലുണ്ട്. ഇടയ്ക്ക് അനങ്ങുന്നതാണ്. കുറച്ച് കുഞ്ഞുങ്ങളേ ഉള്ളൂ. ഇനി തിന്നോന്ന് അറിയത്തില്ല, ഇനി അതാ ഡൗട്ട്. ആൽബിനെയാണ് കൂടുതലും തിന്നുന്നത്, ആൽബിനോ കോയിയൊക്കെ. ഇത് തിന്നുമോയെന്ന് എനിക്ക് അത്ര അറിയത്തില്ല, പറയാൻ പറ്റത്തില്ല എൻ്റെ കാര്യമൊക്കെ. എന്താണ് നല്ല രീതിയിൽ വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബ്രീഡിനൊക്കെ നല്ല രീതിയിൽ വെള്ളം കീപ്പ് ചെയ്യണം. വാട്ടർ അഴുക്കായി കഴിഞ്ഞാൽ പണി വാളും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെല്ലാം വെള്ളം മാറി. ഈ കുളം ഞാൻ അങ്ങനെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അംബർല പ്ലാന്റും വെച്ചു, ഫോർട്ട് സ്റ്റൈലും വെച്ചു, എല്ലാം മൊത്തത്തിൽ പൊളിയാക്കിയിട്ടുണ്ട്. അടി വരെ കാണാൻ പറ്റും, ക്ലിയറാണ്. അതുപോലെ വാട്ടർ ക്ലിയറാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇപ്പോൾ ഇതിനകത്ത് മെറ്റാലിക് ബ്ലാക്ക് ഉണ്ട്, എവിടാന്നൊരു ഐഡിയ ഇല്ല. അതിനകത്ത് അറിയാൻ പോലും ഇട്ടിട്ട് ബ്ലാക്ക് മോളിയൊക്കെ കിടക്കുന്ന കാരണം എല്ലാം ഒരേപോലെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എവിടെ ഉണ്ട് സംഭവം. ഇതിനെ മിക്കവാറും ഞാൻ മാറ്റണമെന്ന് തോന്നുന്നു. അതിനെ ഞാൻ മാറ്റാനൊരു കാരണമുണ്ട്. അപ്പോൾ അതിനകത്ത് വേറെ ഹൈബ്രിഡ് ഗപ്പീസിനെ ഇടാനാണ്. അപ്പോൾ എൻ്റെ കുറേ കുഞ്ഞുങ്ങളെ എൻ്റെ നേരത്തെ വലുതാക്കി കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾ കുറേ ഉണ്ട്. അതിനകത്ത് ഇഷ്ടം പോലെ എൻ്റെ പഴയ ലൈനേജ് കുറേ ഗപ്പികളുണ്ട്. ആ പഴയ ലൈനേജിനെയൊക്കെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ടാങ്ക് ആയിരിക്കും ഞാൻ മൊത്തം വളർത്താൻ എടുക്കുന്നത്. അപ്പോൾ മെറ്റാലിക് ബ്ലാക്കിനെ മാറ്റേണ്ടതായിട്ട് ചിലപ്പോൾ വരും. എന്തുവാണെങ്കിലും പ്ലാറ്റ് ഏറ്റവും കൂടുതലും കിടക്കുന്നു. ചവർ പോലെ കിടക്കുന്നു, ഗപ്പിയേക്കാളും ഇരട്ടി. പക്ഷേ ഞാനിപ്പോൾ ഗപ്പിയാണ് ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലാറ്റിയെ കൊടുത്തേ പറയാൻ. മെറ്റാലിക് ബ്ലാക്ക് ആണ് പോകുന്നു. അയ്യോ, അത് പക്ഷേ സൈഡ് വ്യൂ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാകത്തുള്ളൂ മെറ്റാലിക് ബ്ലാക്കാണ്. അത് അക്യൂറത്തിലിട്ട് കഴിയുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും.
അത് സൈഡിൽ നിന്നുള്ള ആ വ്യൂ കൊട്ടിയാലേ അതിൻ്റെ ആ ഭംഗി അറിയത്തുള്ളൂ. അത് തീരെ കുഞ്ഞല്ല, ഒരു മീഡിയം വലിപ്പമുള്ളത്. ഇപ്പോൾ എൻ്റെ 5 കുളത്തിൽ മൊത്തം പ്ലാറ്റ് മാത്രമായിട്ടുണ്ട്. അത് ഇരട്ടിയുണ്ട്, എണ്ണാൻ പറ്റാത്ത ലക്ഷക്കണക്കിനുണ്ട് സാധനം. അപ്പോൾ അതിൻ്റെ എണ്ണം കുറയ്ക്കണം, അതേ ഇനി മാർഗ്ഗമുള്ളൂ. അതുപോലെ നിറച്ച് പ്ലാറ്റിയുടെ പ്രത്യേകത, ഈ സാധാ ഗപ്പികളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഴ്ചകളനുസരിച്ചാണ് വലുപ്പം വെക്കുന്നത്. ഓരോ ആഴ്ച കഴിയും തോറും ഫാസ്റ്റായിട്ടാണ് വലുപ്പം വെക്കുന്നത്. ഈ സോട്ടയിലൊന്നും അങ്ങനെ വെക്കത്തില്ല, അത് മാസങ്ങളാണ് എടുക്കുന്നത് സോട്ടയിൽ ഗ്രോത്ത്. അപ്പോൾ ഞാനിപ്പം മിക്കവാറും സോട്ടയിലിനും ഹൈബ്രിഡ് ഗപ്പിയും മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകും. ചിലപ്പോൾ ബ്ലാക്ക് മോളിയും കൂടെ ചെയ്യാം. ബ്ലാക്ക് മോളി കുറേ ഉണ്ട് കിടക്കുന്നുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ബ്ലാക്ക് മോളി, സാധാ ബ്ലാക്ക് മോളി ഉണ്ട്, ഷാർക്ക് ടെയിൽ അതായത് ഷാർക്കിനെ കൂട്ടിരിക്കുന്ന വാലുള്ള മോളിയുണ്ട്, പിന്നെ പാണ്ടാമോളി. സാധാ മോളിയാണ്, സാധാ പാണ്ടാമോളി ആ മഞ്ഞ കളറിലെ നോർമൽ. മറ്റേ ഷാർക്ക് ടെയിൽ എന്ന് പറഞ്ഞൊരു വാലിങ്ങനെ ഷാർക്കിൻ്റെ പോലെ ഇരിക്കുന്ന പാണ്ടാമോളി. 2 ടൈപ്പ് ഉണ്ട്. ഷാർക്ക് ടെയിലിനാണ് ഇച്ചിരി കൂടെ ഡിമാൻഡുള്ളത്. അതുകൊണ്ട് ഇതാ ഷാർക്ക് ടെയിൽ, വാല് ഷാർക്കിൻ്റെ ടൈപ്പ് പോലിങ്ങനെ ഇരിക്കും. നല്ല രസമാണ് അത്. ഒത്തിരി ആയിക്കഴിയുമ്പോൾ നല്ല രസമാണ്. അക്യൂറത്തിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് വ്യൂ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതിപ്പോൾ നോർമൽ ഷോട്ടയിലാണ്. നോർമൽ ഷോട്ടയിലാണെന്ന് ചോദിച്ചാൽ ഒരു 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നല്ല ഡാർക്ക് റെഡും പിന്നെ നോർമൽ ഒരു ഓറഞ്ച് ടൈപ്പ്, അങ്ങനത്തെ ഉണ്ട്. ഇനിയും പല രീതിയിലും പതുക്കെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പോൾ ഷോട്ടയിലിൻ്റെ എണ്ണം കുറവാണ്. ഇത് 5 കുറേ ഉണ്ട്, പക്ഷേ ഒത്തിരി ഇല്ല. കുഞ്ഞുങ്ങളൊന്നും ആയില്ല, കുഞ്ഞുങ്ങൾ 1-2 ആയിട്ടുള്ളൂ. ഇതൊക്കെ പുതിയ ബാച്ചാണ്. പഴയ ബ്രീഡിംഗ് പെയറിനെ എല്ലാം എടുത്ത് ഞാൻ കൊടുത്ത്. ഇപ്പോൾ ഇനിയും കുറേ എണ്ണത്തിന് ഇനിയും ബ്രീഡ് ചെയ്യിപ്പിക്കാനുള്ള പ്ലാനിങ് ആണ്. ഇപ്പോൾ പ്ലാന്റ് അതുപോലെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം. ഇനി പാണ്ടാമോളിയുടെ കുറേ കുഞ്ഞുങ്ങളുണ്ട്, അതുകൊണ്ട് അടിയിലൊക്കെ ഇഷ്ടം പോലെ. എന്താണ് വെയിലിൻ്റെ വെട്ടം അടിക്കുന്ന കാരണം ഒന്നും കാണാൻ പറ്റത്തില്ല. എന്താണ് സോട്ടയിൽ നല്ല എറിച്ച് ഇരിക്കുന്നുണ്ട് ഈ കുളത്തിൽ മൊത്തം. പാണ്ടാമോളിയുടെ കുഞ്ഞുങ്ങളൊക്കെ പോകുന്നു. 5 ടാങ്ക് മൊത്തം നിറച്ച് ബ്ലാറ്റി. അതിനെ എങ്ങനെയെങ്കിലും മാറ്റി ഒറ്റ ടാങ്കിലാക്കാം, 2 ടാങ്കിലാക്കണം മിനിമം എങ്കിലും. വലിയ ബ്ലാറ്റി ഒരു ടാങ്കിൽ, ചെറിയ ബ്ലാറ്റി ഒരു ടാങ്കിൽ. എന്നിട്ട് മൊത്തം ഗപ്പി പഴയ ലൈനേജിനെ എല്ലാം ഇതിനകത്ത് കീപ്പ് ചെയ്യണം. അതൊക്കെ വെറൈറ്റി ഗംഭീര സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതെൻ്റെ ഒരു പ്ലാറ്റി ടാങ്കാണ്. നിറച്ച് പ്ലാറ്റി, എണ്ണാൻ പറ്റാത്തത്ര. പിന്നെയും പിന്നെ ഓരോ ദിവസം അനുസരിച്ച് ബ്രീഡായിക്കൊണ്ടിരിക്കുക. അതുപോലെ മടുത്ത, അതുപോലെ കണ്ട് എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്ലാറ്റിയുടെ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അതുപോലെ പ്ലാറ്റി ഞാൻ മിക്കവാറും ഇത് മാറ്റിയിടും, ബ്രീഡാകാത്ത വല്ലതും ടാങ്കിൽ കൊണ്ട്. അതുപോലെ എല്ലാ ദിവസവും ബ്രീഡാകുന്നുണ്ട്. അതുപോലെ നിറച്ച് എണ്ണാൻ പറ്റില്ല. ഇത് വെറും ഒരു ടാങ്കിലെ പ്ലാറ്റികളെ ഇത്രയും. ഇതിനെ ഇന്ന് ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ മടുക്കും. അതുപോലെ ഉച്ച വരെ എടുക്കും സമയം ഇതിനെല്ലാം മാറ്റിക്കൊണ്ടുവരണമെങ്കിൽ. പ്ലാറ്റി വെള്ളം മാറ്റും പ്രശ്നമെന്ന് പറഞ്ഞാൽ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. തീരെ ചെറിയ കുഞ്ഞിന് വാട്ടർ ചേഞ്ചിങ് ഒക്കെ ഭയങ്കര പറ്റത്തില്ല, നന്നായി ചാവും. അപ്പോൾ സൂക്ഷിച്ചെടുക്കുകയൊക്കെ ചെയ്യണം. മൊത്തം അടിയിലൊക്കെ ഉണ്ട്. മഴ പെയ്ത കാരണം പിന്നെ തെളിഞ്ഞു കിടക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ സീനില്ല. നൈസായിട്ട് എങ്ങനെയെങ്കിലും എടുക്കാം. ഇതിനകത്തിപ്പോൾ വേറെന്തെങ്കിലും ഗപ്പിയെ കീപ്പ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. പ്ലാറ്റി ഇപ്പോൾ കുറേ പ്ലാറ്റിയേക്കാളും കൂടുതൽ ഗപ്പിയാണ് വെറൈറ്റി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഗപ്പിയെ ട്രൈ ചെയ്യാനാണ്, പല വെറൈറ്റികളെ കീപ്പ് ചെയ്ത് കൊണ്ടുവരാനാണ് ഞാൻ നോക്കുന്നത്. ഈ ടാങ്ക് മൊത്തം തീറ്റ കൊടുത്തിട്ടായിരിക്കും മിക്കവാറും വെള്ളം മാറ്റി. ആദ്യം കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വലിയ പ്ലാറ്റിയും ഉണ്ട്, 1-2 അടി കിടക്കുന്ന. അതിൻ്റെ കുഞ്ഞുങ്ങൾ അതല്ല അതിനകത്ത്. വേറൊരു ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയാവും കുഞ്ഞുങ്ങൾ മൊത്തം. അതിനകത്ത് പക്ഷേ സോട്ടയിൽ 1-2 അങ്ങോട്ട് കിടക്കുന്നുണ്ട്, ബാക്കി മൊത്തം പ്ലാറ്റി. ഇതുപോലെ ഇനിയും സോട്ടയിൽ ഇങ്ങനെ ഉണ്ടായി കിട്ടുമെങ്കിൽ സെറ്റായിരുന്നു. പക്ഷേ സോട്ടയിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇരട്ടി ബൾക്കായിട്ട് നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും സോട്ടയിലിന്, എന്നാലേ ഇങ്ങനെ പറ്റത്തുള്ളൂ. പ്ലാറ്റി ആകുമ്പോൾ ഇങ്ങനെയൊന്നും അങ്ങനെ ബൾക്കായിട്ട് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആഴ്ചകൾ കൊണ്ട് ഇത്ര കുഞ്ഞുങ്ങളെ ഇരട്ടി കിട്ടാം. അതാണ് പ്ലാറ്റിയുടെ ഗുണം. ഇതാണ് എൻ്റെ ഗപ്പി ടാങ്ക്. എൻ്റെ പഴയ ലൈനേജ് എല്ലാം കീപ്പ് ചെയ്യുന്ന ടാങ്ക്. കുഞ്ഞുങ്ങളാണ് മൊത്തം കൂടുതലും, നിറച്ച് കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് മൊത്തം, എണ്ണാൻ പറ്റാത്തത്ര. അപ്പോൾ ഇതിനകത്ത് പതുക്കെ വലുതായി വരുന്നുണ്ട്. എൻ്റെ പഴയ ലൈനേജ് ബ്രസീലിയൻ റെഡും പിന്നെ ചില ഗപ്പികളൊക്കെ ഉണ്ട്, മിക്സഡ് ഗപ്പിയും പിന്നെ സാധാ സാരിവാലൻ ഗപ്പികളൊക്കെ ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് പല ഇതുണ്ട്, സാന്താക്ലോസ് ഉണ്ട്, ഗപ്പിയുടെ മെയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. കോബ്ര തന്നെ പല ടൈപ്പുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് ഞാൻ കീപ്പ് ചെയ്യാൻ പോകും. എന്നിട്ട്
ആ വലിയ മീനുകൾ ഹൈബ്രിഡിനെ ചില നല്ല ഗപ്പികളൊക്കെ മാത്രം വേറെ വലിയ ടാങ്കിലോട്ട് സിമെൻറ്റ് ടാങ്കിലോട്ട് ഞാൻ മാറ്റാൻ പോവാണ്. അപ്പോൾ ഇത് നാളെ തന്നെ ഞാൻ സെറ്റാക്കും ഞാൻ. എന്നിട്ട് വലിയ അടിപൊളി ഗപ്പികളൊക്കെ ഉണ്ട്. റെയിൻബോ ഗപ്പിയുണ്ട്, അതൊക്കെ ഗംഭീര സാധനമാണ്. ഈ ഹാഫ് ബ്ലാക്ക് ഗപ്പിയും നോർമൽ പഴയ അതുണ്ട്. ഗ്രീൻ ടെട്സോടെ ഉണ്ട്. അതുകൊണ്ട് ആ ഗ്രീൻ ടെട്സോടെ പൊങ്ങി നടക്കുന്നു വെള്ളത്തിന് മുകളിൽ. അത് ഒരെണ്ണമേ ഉള്ളെന്ന് തോന്നുന്നു എനിക്കോ. പണ്ട് കുറേ ഉണ്ടായിരുന്നു സാധനം. അതിൻ്റെ ഫീമെയിലൊക്കെ ഇപ്പോൾ കാണാനേ ഇല്ല. അയ്യോ, എവിടെ പോയെന്ന് എഴുതിയില്ല. എല്ലാത്തിനും കൊടുത്ത് ഞാൻ ഒഴിവാക്കി. ഇതിനകത്ത് ഞാൻ നിറച്ച് പ്ലാറ്റി കുഞ്ഞുങ്ങളെ ഇറക്കാൻ പോവാണ്. ഈ തീരെ ചെറിയ പ്ലാറ്റി കുഞ്ഞുങ്ങളെ. അയ്യോ, ഇതിനകത്ത് പാണ്ടാമോള കുഞ്ഞുങ്ങളും ബ്ലാക്ക് മോളിയുടെ കുഞ്ഞുങ്ങളും ഉണ്ട്. പക്ഷെ അത് തീരെ കുറവാണ്, അത്രയും പ്ലാറ്റിയുടെ അത്രയൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലാണ് ഇടുന്നത്. മിക്കവാറും എന്തെങ്കിലുമൊക്കെ നടക്കും. ചിലപ്പോൾ ആ പാണ്ടാമോളി കൊല്ലാൻ ചാൻസ് ഉണ്ട് കുഞ്ഞുങ്ങൾ. ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ പ്ലാറ്റി കുഞ്ഞുങ്ങൾ കിടക്കുന്ന ടാങ്ക്. നിറച്ചെന്ന് പറഞ്ഞാൽ നിറച്ച്. അയ്യോ, വെട്ടിപ്പോയി കണ്ടപ്പോൾ. നിറച്ചെന്ന് പറഞ്ഞാൽ അതിനകത്ത് സോട്ടയിൽ നിന്ന് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ 1-2 എണ്ണം കയ്യിലെണ്ണാവുന്നത്. ബാക്കിയെല്ലാം പ്ലാറ്റുകൾ. അയ്യോ, അത് നിറച്ചൊരു അവസാനമില്ലെന്നുള്ള രീതിയിലാണ്. ഇതിപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന പകുതിയായി ഈ കാണുന്നത്. ആ പ്ലാന്റിൻ്റെ ഇടയ്ക്ക് മൊത്തം പ്ലാറ്റുകളാണ്. എന്നെ കണ്ടോണ്ട് പേടിച്ച് കയറിയ എൻ്റെ ഇടയ്ക്കോട്ട് നിറച്ച്. ഫുൾ റെഡ് പ്ലാറ്റി ഉണ്ട്, സൺസെറ്റ് പ്ലാറ്റി ഉണ്ട്, പിന്നെ നമ്മളെ നോർമൽ ബ്ലാക്ക് വാലൊക്കെ ഉള്ള ആ പ്ലാറ്റി ഉണ്ട്. 3 വെറൈറ്റി ഉണ്ട്. പിന്നെ അതിൻ്റെ 3ൻ്റെയും കൂടെ മിക്സ് ഉണ്ട്. പല കോമൺ പ്ലാറ്റുകളെല്ലാം ഉണ്ട് സാധനം. ഇതാണ് നിറച്ചുണ്ട്. ഇതിപ്പോൾ കണ്ട് മടുത്തെന്ന് തോന്നുന്നു ഇപ്പോൾ ചാനൽ എപ്പോഴും കാണിച്ച്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എണ്ണം കുറയ്ക്കാനാണ് ഞാൻ നോക്കുന്നത് മാക്സിമം. ഇതിൻ്റെ പതുക്കെ 2-3 ബ്രീഡിങ് പെയറിനെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം കൊടുത്ത് ഒരു പ്ലാറ്റി നിന്ന് ചത്തിട്ടുണ്ട്. അതിനെ കടിച്ചു വന്നതായിരിക്കും മിക്കവാറും. കൂട്ടയടിയായിരിക്കും മിക്കവാറും. ഒത്തിരി പ്ലാറ്റി കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അങ്ങനെ ചില അഗ്രസീവായിട്ടുള്ള പ്ലാറ്റുകൾ തമ്മിൽ കടിച്ച് പറിച്ച് കൊല്ലാറുണ്ട്. അങ്ങനെയുള്ള സീനുണ്ട്. ഇപ്പോൾ ഏതാ കൊന്നതെന്നൊന്നും അറിയത്തില്ല, അതുപോലെ ഉണ്ട്. അവിടെ സോട്ടയിൽ ഒരെണ്ണം നടക്കുന്നു. അയ്യോ, നൈസായിട്ട് മാറ്റണം. വലിയ ടാങ്ക് കൊണ്ടുവരണം. അതുകൊണ്ട് ആ നീളമുള്ള റെഡ് കളറിലെ ആ സോട്ടയിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മൊത്തം ഉണ്ട്. അംബ്രല പ്ലാന്റിൻ്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കുന്ന മൊത്തം മീൻ നിറച്ച്. അയ്യോ, ഇതിന് മാറ്റണം ഇനിയും സേഫായിട്ട്. അയ്യോ, വെള്ളം ഇളക്കി കഴിഞ്ഞാൽ പ്ലാറ്റ് മൊത്തം ചാവും. അങ്ങനെയും പ്രശ്നമുണ്ട്. ഇത് മൊത്തം അഴുക്കാണ്, മൊത്തം അടിയില്ല. ഇപ്പം മഴ പെയ്ത് തെളിഞ്ഞ് കിടക്കുന്നതും കൊണ്ടാണ് ഇങ്ങനെ തോന്നാത്ത. അഴുക്കുണ്ടെന്നും അടിയിലാണ്, അഴുക്ക് മൊത്തം ഉണ്ട്. മാറിയിട്ട് പോലും ഇല്ല. എന്താണ് ഇപ്പോൾ തീറ്റ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് വലിയ പ്ലാറ്റിയെ ഒരു ടാങ്കിലോട്ടും ചെറിയ പ്ലാറ്റിൻ്റെ വേറെ ടാങ്കിലും 2 കുളം മാത്രമാക്കാൻ പോവാണ് പ്ലാറ്റിക്ക് വേണ്ടി. പ്ലാറ്റ് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. അയ്യോ, പക്ഷെ ഇത്രയും ഉണ്ടാകുന്ന കാണുമ്പോൾ അങ്ങ് നിർത്താനങ്ങ് തോന്നുന്നില്ല ചില സമയത്ത്. ഓരോ സമയത്ത് ഓരോ മൈൻഡാണ്. എന്താണ് ഒരു ടാങ്കിലെ വെള്ളം ഞാനിപ്പം മാറാൻ പോവാം. അതുകൊണ്ട് ഈ സിമെൻറ്റ് ടാങ്കിലെ വെള്ളം മാറി അതിനകത്ത് കിടക്കുന്ന പ്ലാറ്റിയാണ് ഇത്രയും. അയ്യോ, വെള്ളം മാറ്റിയപ്പോൾ തന്നെ ഒരെണ്ണം ബ്രീഡായിട്ടുണ്ട്. അതിനെ കാണിച്ചു തരാം. എവിടെയോ ഉണ്ട് സാധനം. താണ്ടാണ്ടാണ്ടാണ്ട് ഈ കനം കുറഞ്ഞത് തീരെ ചെറുത്. ഇതിപ്പോൾ ബ്രീഡായ ബക്കറ്റോട്ട് ഇട്ടുണ്ടായ ബ്രീഡായ. അത് മിക്കവാറും എന്തെങ്കിലും കടിച്ച് തമ്മിൽ ചാവുമെന്ന് ഡൗട്ടുണ്ട്. അതുപോലെ തീരെ ചെറുതാണ്. ആ സമയം എന്ന് പറഞ്ഞാൽ പ്ലാറ്റിയെ കെയർ ചെയ്യേണ്ട സമയം. പിന്നെ ഒരു ഏകദേശം വലുപ്പം കുറച്ചൊന്ന് വണ്ണം വെച്ച് കഴിയുമ്പോഴാണ് പിന്നെ സേഫായിട്ട് പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗൈസ്.